നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലം ഒരുപാട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും കാലമാണ് മലയാളിക്ക്. പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കാനും അന്നത്തെ രീതികളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും മുതിർന്നവർ സമയം കണ്ടെത്തുന്നു. ചെറിയ കുട്ടികൾ അതിന് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലം നല്ലത്, ഒന്നുമല്ല, പഴയ കാലമാണ് നല്ലത്. പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമാകാറുണ്ട്. പഴയകാല ചിത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലെ കഥകളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും പറയുമ്പോൾ നടീനടന്മാരും പരാമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ള വേർതിരിവില്ലാതെ ചിലരെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാകുന്നു. ശാരദ, വിധുബാല തുടങ്ങിയവർ ആ ഗണത്തിൽപ്പെടുന്നു. ഇന്ന് നമ്മുടെ ഓണക്കാലം സന്തോഷഭരിതമാക്കാൻ ഒരുപാട് നിറവ് നൽകാൻ നമ്മളോടൊപ്പം അതിഥിയുണ്ട്, ശ്രീമതി വിധുബാല. മലയാളത്തിൽ ഏതാണ്ട് 102ഓളം ചിത്രങ്ങൾ, തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് 118ഓളം ചിത്രങ്ങൾ. 1981 ശേഷം പക്ഷേ മലയാള സിനിമയിൽ സജീവമായിരുന്നില്ല, സിനിമയിലേ സജീവമായിരുന്നില്ല. ഈ അടുത്ത കാലത്തായി വീണ്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സ്ക്രിപ്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നു, അതുമാത്രമല്ല പുസ്തകം എഴുതുന്നു എന്നുള്ള വാർത്തകളിലെത്തിയിരിക്കുന്നു. എങ്ങനെയൊക്കെയുണ്ട് ചേച്ചി ജീവിതം? സുഖമാണോ? പരമ സുഖമായിട്ടുള്ള ജീവിതമാണ്. വളരെ ക്വയറ്റായിട്ടായിരുന്നു ഇത്രയും വർഷം ജീവിച്ചത്. പിന്നെ മോനൊക്കെ വലുതായി, ഇപ്പോൾ സമയം കുറേ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ക്യാമറയുടെ മുമ്പിൽ വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള സിനിമ എന്നും സ്നേഹിച്ചിരുന്നു ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ശൃംഗാരം എന്നുള്ള പടം ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും അതിനൊക്കെ ഒരാളുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രസത്തിന് തുടങ്ങിയതാണ്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷൻസിൻ്റെ ലെജൻസിൻ്റെയും ഒക്കെ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഏട്ടനെ ഹെൽപ്പ് ചെയ്യുന്നത് മുഴുവനും ഞാൻ തന്നെയാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്കാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ ശ്രദ്ധ പോകുന്നത്. ശൃംഗാരം നാഷണൽ അവാർഡ് കിട്ടി, ലാൽഗുഡി ചേരാൻ പോലെ ഇത്രയും വലിയ ഒരു സംഗീതജ്ഞനാണ് അതിൻ്റെ സംഗീതം ലൈവായിട്ട് നൽകിയത്, റീ റെക്കോർഡിങ് ചെയ്തത്. അല്ല, പാട്ടുകളും അദ്ദേഹം തന്നെയായിരുന്നു. അതെ, എല്ലാ പാട്ടുകളും. അതിലത്തെ ഒരു ഫോക്ക് സോങ് ഉണ്ട്, നമുക്ക് ഇത്രയും വലിയ ഒരു കർണാട്ടിക് മാസ്റ്ററി ആണോ ആ ഫോക്ക് സോങ് ചെയ്തതെന്ന് തോന്നിപ്പോകും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന് അസോസിയേറ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മധു അമ്പാട്ടിൻ്റെ സിസ്റ്റർ സിനിമയെ ഒരു നടി എന്നുള്ള നിലയ്ക്ക് ആയിരിക്കില്ല നോക്കിക്കണ്ടത്. സിനിമ കുട്ടിക്കാലം മുതലേ അതിൻ്റെ സാങ്കേതികത, അതിൻ്റെ ക്യാമറ, അതിൻ്റെ ലൈറ്റിങ്, അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, വേൾഡ് സിനിമാസ് അതിനോടൊപ്പം എത്താനുള്ള മലയാള സിനിമയ്ക്ക് എന്ന് സാധിക്കും, അങ്ങനെയുള്ള ഒരു ചിന്ത പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. സിനിമ കണ്ടുള്ള അറിവാണ്. കാരണം മേക്കപ്പിലായാലും കോസ്റ്റ്യൂമിലായാലും വിധുബാല എന്നും വേറിട്ട് നിന്നിരുന്നു. ടെക്നിക്കൽ സൈഡ് അന്ന് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല. ഏട്ടൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് വന്നത് 75-ലേക്കാണ് ഫീൽഡിലേക്ക് വന്നത്. ഏട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സിനിമ എന്ന് പറയുന്ന ഈ ആർട്ട് ഒരു മഹത്തായ ഒരു കലയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ കുട്ടിക്കാലത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും, പറയണത് ചെയ്യും എന്നല്ലാതെ അതിനൊരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 75-ന് ശേഷം ഏട്ടൻ ഓരോ പ്രാവശ്യം ലീവിൽ വരുന്ന സമയത്തും ഏട്ടൻ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോ അതൊക്കെ എന്നെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത്, പലതും ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൂടുതൽ ഈ കലയ്ക്ക് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഐ ജസ്റ്റ് ലവ് സിനിമ. അപ്പോൾ ഒരുപാട് അന്ന് ഏട്ടൻ ഈ വേൾഡ് ക്ലാസിക് ഫിലിംസ്, ബൈസൈക്കിൾ തീവ്സ്, ഒരുപാട് പടങ്ങൾ ഞാൻ ആ കാലത്ത് കണ്ടിട്ടുണ്ട്. ആദ്യം പടം കാണുന്ന സമയത്ത് ഏട്ടൻ പറയും, ഓരോ കട്ടിനും വിളിച്ചു പറയാൻ പറയും, കട്ട് കട്ട്. അപ്പോൾ ഇത് നമ്മൾ സിനിമയല്ല കാണുന്നത്, പിന്നെ എഡിറ്റിങ്ങാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമ ശരിക്കും പഠിച്ചത്. പിന്നെ അത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി ഫീൽഡിൽ നിന്നും വിട്ടുനിന്നു. ഇപ്പോൾ ഇതിനൊരു അവസരം കിട്ടിയത് ശൃംഗാരം വർക്ക് ചെയ്യുമ്പോൾ പേട്ടമൊരു മോൾക്ക് അറിയാവുന്നല്ലേ, ഷീ ഓൾസോ നീഡ്സ് ആൻ അസോസിയേറ്റ്. ആ കുട്ടി അവരുടെ അസിസ്റ്റൻറ്റ് ശരിയല്ല, അപ്പോൾ മോളൊന്ന് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ശൃംഗാരത്തിലേക്ക് വന്നത്. വീണ്ടും പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മധു അമ്പാട്ടിനെ കുറിച്ചാണ് ഏട്ടൻ എന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞത്. മോള് എന്ന് വാത്സല്യത്തോടെ വിളിക്കും. ഏട്ടൻ മാത്രം എന്നെ വേറെ പേരിൽ വിളിച്ചിട്ടില്ല. വല്ലവരോടും പറയുമ്പോൾ വിധു എന്ന് പറയുന്നല്ലാതെ എന്നെ മോളെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ 3 പേരും മോളെന്നേ വിളിച്ചു. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, എന്നെ ഫോട്ടോഗ്രാഫർ വിപിൻ മോഹൻ, അദ്ദേഹം എന്നെ മോളെന്ന് വിളിച്ചാൽ. ഞങ്ങളെല്ലാം ഒരുമിച്ച് കുട്ടിക്കാലം തൊട്ട് വളർന്നു.
ഏട്ടൻ എന്നെ വേറെ വിളിച്ചിട്ടേ ഇല്ല. ദേഷ്യം വരുമ്പോൾ അച്ഛൻ വിധു എന്നൊക്കെ പറയുന്നല്ലാതെ ഏട്ടൻ എന്നെ വേറെ പേര് വിളിച്ചിട്ടില്ല. സാഹിത്യവുമായിട്ട് ബന്ധമുള്ള ഒരു തറവാട്ടിലാണ്. കുണ്ടൂർ നാരായണമേനോൻ അദ്ദേഹത്തിൻ്റെ പൗത്രിയാണ്. പ്രൊഫസർ ഭാഗ്യനാഥിൻ്റെ മകളാണ്. സുലോചനയാണ് അമ്മയുടെ പേര്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ? വളരെ നല്ല ഓർമ്മകളാണ്, രസമായിട്ടുള്ള ഓർമ്മകൾ. അതിന് ചിറ്റൂരാണ് വീട്. ചിറ്റൂർ അമ്പാട്ടയാണ് വീട്. അമ്പാട്ട് ശിവരാമേനോനാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെ അച്ഛൻ. ഹി വാസ് ദി ഫസ്റ്റ് എലക്റ്റഡ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ളത്. പേര് നശിപ്പിക്കാതിരുന്നാൽ മതി മുത്തശ്ശൻ്റെ. അച്ഛനെ കുറിച്ചുള്ളതാണ് അത്. കുറേ എഴുതിയിട്ട് ഇപ്പോൾ അതങ്ങോട്ട് ഒന്ന് നിന്നിരിക്കുക. കാരണം ചില സമയത്ത് അച്ഛനെക്കുറിച്ച് എഴുതി തുടങ്ങി കഴിയുമ്പോൾ ആ ചില സന്ദർഭങ്ങൾ നമ്മൾ ആ ഇൻസിഡൻസ് എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ അച്ഛനെ മിസ് ചെയ്യും. പിന്നെ എനിക്ക് കുറേ ദിവസത്തേക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. 1-2 സംഭവങ്ങൾ പറയാമോ പുസ്തകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന, മനസ്സിൽ ഏറ്റവും താങ്ങി നിൽക്കുന്നു? അച്ഛനെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അച്ഛൻ ഇന്നിപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, എന്താണ് വളരെ അച്ഛൻ ഇങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ. ഇപ്പോൾ ഇന്നാൾ ഒരു ഇന്ത്യ ടുഡേയിലൊരു ആർട്ടിക്കിൾ വെച്ചു, ടുഡേസ് ഫാദർ എന്ന് പറഞ്ഞിട്ട്. അത് മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെ എങ്ങനെ ചെയ്യണം എന്ന്, സൈക്കോളജിക്കലായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതൊക്കെ ഇപ്പോൾ ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷേ എൻ്റെ അച്ഛൻ അതായിരുന്നു. എൻ്റെ ഏട്ടൻ IIT-യിൽ 25ാമത്തെ റാങ്കിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പോൾ അതേപോലെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതേ സമയത്താണ് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു, അച്ഛൻ ഏതാ മോന് വേണ്ടേ എന്ന് ചോദിച്ചു. എനിക്ക് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി ചെയ്തോളൂ, എന്ത് ചെയ്യുകയാണെങ്കിലും വിരോധമില്ല, പക്ഷേ യു മസ്റ്റ് ബി ദി ബെസ്റ്റ് ഇൻ ദാറ്റ്. അത്രയേ ഉള്ളൂ. അത് ലോകം അറിയണോ എന്നുള്ളതല്ല, നമ്മളുടെ മനസ്സാക്ഷിക്ക് അറിയണം നമ്മൾ പരമാവധി അതിനു വേണ്ടി ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഗോ എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അച്ഛനെ ചീത്ത പറയാത്ത ഒരൊറ്റ റിലേറ്റീവ് ഉണ്ടാവില്ല. കാരണം IIT-യിൽ അഡ്മിഷൻ കിട്ടിയിട്ട് മോനെ ഇങ്ങനെ ഒരു പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ സിനിമയിൽ ചേർന്നപ്പോൾ ആക്സിഡൻ്റലായിട്ടാണ് ഫിലിമിലേക്ക് വന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കൂട്ടി വന്നത്. അപ്പം പിന്നീട് ഹീറോയിനായിട്ട് എനിക്ക് ഓഫർ കിട്ടിയ സമയത്ത് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചിന്താഗതി വെച്ചാൽ അന്നൊക്കെ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു പാടില്ല എന്നൊക്കെ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിൽ വിരോധമില്ല. അച്ഛൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയായാലും ആ വ്യക്തിത്വം അറിയണം, ആരായാലും. വേറെ ആ ഒരു തറവാടിത്തവും ആ ഒരു കൾച്ചറും അത് നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും അത് മാറാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രിൻസിപ്പിൾസിന് യാതൊരു തരത്തിലും കോട്ടം പറ്റാത്ത വിധത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡ് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ അച്ഛന്. ഇന്നിപ്പോൾ എല്ലാ സൈക്കോളജിസ്റ്റും പറയുന്നത് മക്കളുടെ ഇത് അറിഞ്ഞ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ അച്ഛൻ അന്നേ അതാ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം അച്ഛൻ്റെ കാര്യത്തിൽ. ഞാനൊരു ദിവസം കോളേജ് വിട്ട് വരുമ്പോൾ 2 പിള്ളേർ എൻ്റെ പുറകിൽ വന്നു. എന്നിട്ട് കുറേ ദൂരം വന്നപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചു. അപ്പോൾ ഞാൻ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു ഞാൻ വന്നു. അപ്പോൾ എൻ്റെ പുറകിലേ അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ അവർ 2 പേരും എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ അവിടുത്തെ കാർപ്പൻ്റെ വിളിച്ച് അവർ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ കോളേജ് പ്രൊഫസറായിരുന്നു. കൂട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ അവർ വിചാരിച്ചു അടി ഉറപ്പ്, അടി കിട്ടിയിട്ട് എന്ന് പോകുള്ളൂ എന്ന് വെച്ചാൽ ഇയാളാണെങ്കിൽ വലിയൊരാൾ പിടിച്ചുകൊണ്ട് വന്നു. അച്ഛൻ പറഞ്ഞു അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു 2 ചെയർ ഇടൂ ലോണിൽ എന്ന് പറഞ്ഞു. ലോണിൽ ചെയർ ഇട്ടു. അവർ 2 പേരും ഇരുത്തി. അമ്മയോട് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറഞ്ഞു. കൂൾ ഡ്രിങ്ക്സും എടുത്തു. നിങ്ങൾ ഇതിലാണ് പഠിക്കണേ? ഞങ്ങൾ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത്. എന്തിനാണ് പഠിക്കുന്നത്? MA ലിറ്ററേച്ചർ. ഓ, അപ്പോൾ റോമിയോ ജൂലിയറ്റൊക്കെ നല്ലോണം വായിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ മോളോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഞാൻ വിരോധമില്ല, ഇപ്പോൾ മോളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഹോം ആൻഡ് ആസ്ക് ഫോർ പെർമിഷൻ. എനിക്കങ്ങനെ യാതൊരു ഇതുമില്ല. പക്ഷേ ഈ റോട്ടിൽ വെച്ചൊക്കെ സംസാരിക്കുന്നത് അത്ര നന്നല്ല. സോ ഇഫ് യു വോണ്ട് ടു ടോക്ക് ടു മൈ ഡോട്ടർ, കം ഹോം, യു ക്യാൻ സിറ്റ് ഹിയർ, ടോക്ക് ടു ഹർ. ദർ ഈസ് നത്തിങ് റോങ് ഇൻ എ ബോയ് ആൻഡ് എ ഗേൾ ടോക്കിംഗ്. അന്ന് അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഒരു ആണുമണ്ണും സംസാരിക്കാനോട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ തിങ്. പക്ഷെ അച്ഛൻ അതൊക്കെ വളരെ ഹി ഹാഡ് കോൺഫിഡൻസ്. നമ്മളിൽ വാല്യൂസ് ഉണ്ടാക്കി തന്നപ്പോൾ മകളും മകനും ഒന്നും തെറ്റ് ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ആണ് അച്ഛൻ ഹി ന്യൂ വാട്ട് ടു ഡു. എൻ്റെ കൈ ഫ്രാക്ചറായിരുന്നു. ഫ്രാക്ചർ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈ ആംപുറ്റേറ്റ് ചെയ്യേണ്ടി വരും. 8 വയസ്സായിരുന്നു അന്ന് എനിക്ക്. ആംപുറ്റേറ്റ് ചെയ്യേണ്ടി വരും, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അച്ഛൻ പറഞ്ഞു മൈ ഡോട്ടർ ഇസ് എ ഡാൻസർ. കൈ വെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗാംഗ്രീൻസ് വരും, മരിക്കും. മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒരു കൈയില്ലാതെ ഒരു ഡാൻസറും ഒരു പെൺകുട്ടി ജീവിക്കണേക്കാളും ഭേദം അവൾ മരിക്കുക എന്ന് പറഞ്ഞു. എത്ര അച്ഛന്മാർക്ക് അത് പറയാൻ കഴിയും? ആ വേദന ഞാൻ സഹിച്ചോളാം, പക്ഷെ അവൾ ജീവിതം മുഴുവനും അവൾ സഹിക്കേണ്ട വേദന, ആ മകളില്ല എന്നുള്ള വേദന ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു.
വിച്ച് ഫാദർ വിൽ സേ ദാറ്റ്? പക്ഷെ ദാറ്റ് വാസ് മൈ ഫാദർ. ഇത് പറഞ്ഞപ്പോൾ ഒട്ടും അത്ഭുതമല്ല. കാരണം അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മോഡലിംഗ് നയിക്കുക, ഇന്നത്തെ കാലത്ത് മോഡലിംഗ് രംഗത്തുനിന്ന് സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അന്ന് ശിങ്കാർ പൊട്ടിൻ്റെ സ്ഥിരം മോഡൽ അല്ലെങ്കിൽ VIP കേസിൻ്റെ മോഡലായിരിക്കുക, ഇങ്ങനെ കോളേജിൽ ഭയങ്കര ചട്ടമ്പിയായിട്ട് ആക്ടിവിസ്റ്റായിട്ട് ഓടി നടക്കുക, സമരം നയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശരിക്കും ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ പോലെ തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആകുക, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇരിക്കുക, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നാഷണൽ അവാർഡ് വിന്നിങ് മൂവിയിൽ അസോസിയേറ്റ് ചെയ്യുക, ഒരു നല്ല സിനിമ കഥയുടെ തിരക്കഥ പോലെ. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങ് സംഭവിച്ചു ജീവിതത്തിലെന്നേ ഉള്ളൂ. പക്ഷെ അതാത് കാലഘട്ടത്തിൽ അതെങ്ങനെ ഫേസ് ചെയ്യേണ്ടേ എന്നുള്ളത് എൻ്റെ അച്ഛനും അമ്മയും വളരെ സ്ട്രോങ് ആയിട്ട് പുറകിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ കോളേജിലത്തെ ആക്ടിവിറ്റീസൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ശരിക്കും നല്ല ചട്ടമ്പിയായിരുന്നു. അത് എത്ര പ്രാവശ്യം പ്രിൻസിപ്പൾ എന്നെ കോളേജിൽ നിന്ന് എങ്ങനെയാ പുറത്തയക്കുക എന്നൊക്കെ. പക്ഷേ എല്ലാ കുലുമാലും ഞാനായിരിക്കും ലീഡർ. പിന്നെ കോളേജ് ഈ സിനിമയിലെ അഭിനയം കാരണം അറ്റൻഡൻസ് കുറവായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പളൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും രക്ഷപ്പെട്ടു പോയതാണ്. എന്ത് സബ്ജക്റ്റാണ് പഠിച്ചത്? സൈക്കോളജി ആയിരുന്നു. എൻ്റെ വലിയ മോഹമായിരുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെന്ന്. പിന്നെ അന്നൊക്കെ 25 പൈസ ഫൈൻ അടയ്ക്കണം ലേറ്റായി വന്നാൽ. 25 പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബസ്സിൽ 10 പൈസയേ ഉള്ളൂ. 25 പൈസ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പൈസ ഇല്ല എനിക്ക്. പിന്നെ ഈ ബസ്സിൽ വരുന്നവർക്ക് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഫസ്റ്റ് ബെല്ലടിച്ച് അപ്പം അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇതിനൊക്കെ സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു ഞാൻ. ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇതേ പ്രിൻസിപ്പിളുള്ള കാലത്ത് പിന്നീട് ഞാൻ സിനിമയിലെല്ലാം വന്ന് എന്നെ അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഇനോഗ്രേഷനും എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. അന്ന് ഇതേ പ്രിൻസിപ്പിൾ കം സിറ്റ് ഡൗൺ. അയ്യോ എടാ ഹാർട്ടി ലാഫ്. അന്ന് തമിഴിലായിരുന്നു കൂടുതൽ പോപ്പുലർ. അത് കഴിഞ്ഞാണ് മലയാളത്തിലേക്ക് നമ്മൾ കോളേജ് ഗേൾ എന്നൊക്കെ പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത് അല്ലേ? തമിഴിൽ പൊണ്ണുക്ക് തങ്കം ശൃംഗാരം കുങ്കുമം എന്ന് പറഞ്ഞില്ല, എൻ്റെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തി. അപ്പോൾ അതിന് ഞാൻ ചേരാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവർ നിർബന്ധിച്ച് ഫൈനലിൽ കൊണ്ടുപോയിട്ട് എന്നെ ഞാനൊരു സിനിമ കാണാൻ പോയി. ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് പേടിച്ചിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്കൊക്കെ പോയി. പക്ഷെ അവർ വെയിറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് ഞാൻ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ അവർ അപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അമ്മയെല്ലാവരും പറഞ്ഞു അവരിങ്ങനെ നിർബന്ധം പറയുമ്പോൾ ചെയ്തുകൂടെയെന്ന്. എന്നിട്ട് ഞാൻ ഒക്കെ ദേഷ്യം പിടിച്ചു. മേക്കപ്പ് ഇല്ല പറഞ്ഞു. മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, ഷാമ്പൂ ഇല്ല എന്ന് പറഞ്ഞു. എല്ലാം ബഹളം വെച്ച് ഞാൻ ആ ഇതിന് പോയി. അതിൽ ശിവാജി ഗണേശൻ, ഈ മാധവൻ എന്ന് പറയുന്ന ഡയറക്ടർ, ഇവരൊക്കെയായിരുന്നു അന്നത്തെ ജഡ്ജസ്. അപ്പോൾ അതിലത്തെ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ശിവാജി ഗണേശൻ്റെ ഹീറോയിനായിട്ട് പി മാധവൻ്റെ പടത്തിൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ വൺ ഓഫ് ദി പ്രൈസസ്. അപ്പം പിന്നെ അവസാനം കയറിപ്പോയി. പക്ഷെ അന്ന് ഞാൻ ഈ ചെന്നൈയിലൊരു പോപ്പുലർ മോഡലായിരുന്നു. പക്ഷേ എനിക്ക് പ്രൈസ് കിട്ടിയില്ല. എനിക്ക് കോൺസലേഷൻ പ്രൈസേ തന്നുള്ളൂ. ബിക്കോസ് ഐ വാസ് നോട്ട് എലിജിബിൾ ഫോർ ഇറ്റ്. ഞാൻ പ്രിലിമിനറീസിനൊന്നും പോകാത്തതുകൊണ്ട്. അപ്പോൾ പി മാധവൻ പക്ഷേ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടിക്ക് പിന്നെ ഒരു പടമൊന്നും കൊടുത്തില്ല. എന്നെയാണ് വിളിച്ചിട്ട് ഈ പൊണ്ണുക്ക് തങ്കമൻസിന് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പടം അഭിനയിച്ചു. മലയാളത്തിൽ എനിക്കൊന്നു നല്ല ഡയറക്ടേഴ്സ്, ഹരിഹരൻ സാറിൻ്റെ രാജഹംസം, കോളേജ് ഗേൾ, പിന്നെ ഭൂമിദേവി പുഷ്പണിയായി പോലെ സിനിമകൾ, തീക്കനൽ, പിന്നെ ലിസ അല്ലേ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, വിഷുക്കണി, ഒരുപാട് ചിത്രങ്ങളിൽ ചേച്ചിയുടെ ഒരു സാന്നിധ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് സാധാരണ നമ്മൾ മലയാള സിനിമയെ കാണുന്നത് ഒന്നാമത് മെലിഞ്ഞിട്ടാണ്, രണ്ടാമത് ഐ മേക്കപ്പ്, ഒരു ഷർമിള ടാഗോർ തനുജ ലൈനിൽ, പിന്നെ ഒരു റിങ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു മുടി ഇങ്ങനെ കേൾ ചെയ്ത് അകത്തോട്ടിടുക. ഇതൊക്കെ ഒരു ഹിന്ദി സിനിമയുടെ പാറ്റേൺ കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ ആരാധന പോലെ കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും അഭിനയിക്കുമായിരുന്നു വിധുബാലയായിട്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങും കാര്യം ഒന്ന് ഓർക്കാമോ ആ കാലം? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിന്ദി ഫിലിംസ്. അന്ന് ഹിന്ദി അറിയില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ ഈ ഫാഷനോട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാഷൻ പണ്ടത്തെ ബുക്സ് എല്ലാം മേടിക്കും, അതെല്ലാം നോക്കും. അപ്പോൾ ഈ കോസ്റ്റ്യൂംസ് ഞാൻ ചിലപ്പോൾ കോസ്റ്റ്യൂം മാൻ വരുമ്പോൾ അന്ന് കുറച്ച് ടൈറ്റ് കോസ്റ്റ്യൂം ഇടുന്ന കാലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വേറെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് ഡയറക്ടേഴ്സിനുമായിട്ട് പലപ്പോഴും അടിയായിട്ടുണ്ട്, വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു വിധു വല്ലതൊക്കെ ഒന്ന് കഴിച്ചൊന്ന് തടിക്കുമെന്ന് പറയും. കാരണം ഞാൻ അത്ര മെലിഞ്ഞിട്ടായിരുന്നു. അന്ന് തടിക്കണം എന്നുള്ളത് ഒരു കോൺസെപ്റ്റായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. പക്ഷേ അതുകൊണ്ടൊക്കെ അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് പലപ്പോഴും അടിയായിട്ടുണ്ട് ഞാനും ഡയറക്ടേഴ്സും തമ്മിൽ. ഞാനിങ്ങനെ ചെയ്യുള്ളൂ, പറ്റുമെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാക്ക്ഡ് ഔട്ട് ഓഫ് ഓൺ സെറ്റ് എന്നൊക്കെ നടന്ന് ജസ്റ്റ് വാക്ക്ഡ് ഔട്ട്, ദേഷ്യം പിടിച്ചിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വലിയ ഡയറക്ടർ, ഒരു തമിഴ് പടത്തിൻ്റെ ഒരു മലയാളത്തിലെ ഡയറക്ടറാണ് അദ്ദേഹം. എംജിആറിനെ വരെ ഡയറക്റ്റ് ചെയ്ത് 10-30 പടം എംജിആറിൻ്റെ പടം ഡയറക്റ്റ് ചെയ്ത ആളാണ്. വലിയ പേര് പറയുന്നില്ല അതിന്. അദ്ദേഹം സെറ്റിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എനിക്ക് ഇഷ്ടമായില്ല. അദ്ദേഹം കുറച്ച്
സേവിച്ചിരുന്നു. അപ്പോൾ പെരുമാറുന്ന ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു നത്തിങ് ഡൂയിങ്, ഐ എം ഗോയിങ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം മേക്കപ്പ് എല്ലാം എടുത്ത് വെച്ച് ഞാൻ പോയി വീട്ടിലേക്ക്. അത്ര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. എൻ്റെ ഇഷ്ടമല്ലാത്തത് നടന്നു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് കാൺ ടോളറേറ്റ് ഇറ്റ്. അത് ദേഷ്യം ഒരു ടെക്നീക്കായിട്ട് യൂസ് ചെയ്തിരുന്നതാണോ പല കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ, അതോ ശരിക്കും വെച്ചാൽ എനിക്ക് പെരുമാറ്റം, ഐ വാസ് വെരി, അച്ഛൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൻ്റെ നേരെ എതിരായിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ പെരുമാറ്റത്തിനോടൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ഒരു പേര്. അന്നൊക്കെ ശരിക്കും ഒരു ഗ്ലാമർ ഗേൾസ് ആയിട്ട് മാത്രം എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നടിമാരെ കണ്ട്, വളരെയധികം. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ചൂടാകുമ്പോഴൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നില്ല, ഒരു ഗ്ലാമർ ഗേൾ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും വളരെ നല്ല വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ പൊതു സ്വഭാവം, സിനിമയുടെ പൊതു സ്വഭാവം. അതെ, അതങ്ങനെ എന്താ പറയുക, നടിമാരെന്ന് പറഞ്ഞാൽ അവരൊരു ഇതാക്കി വെച്ചിരുന്നു, വേറെ തന്നെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ എന്നുള്ള പോലെ. അല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതൊരു കാലം. എന്നാലും അതിനകത്ത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നി എന്തുകൊണ്ടാണ് സിനിമ അന്ന് അഭിനയിക്കാൻ ആ പീരീഡിൽ ചേച്ചിയുടെ പേഴ്സണാലിറ്റി ഏത് തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? സിനിമ ശരിക്കും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പൊണ്ണുക്ക് തങ്കമൻസിൻ്റെ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പടങ്ങൾ തമിഴ്നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. കാറൊന്നും അച്ഛൻ മേടിച്ച് തന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു യു ആർ ആക്ടിങ് ഇൻ ഫിലിം ബട്ട് യു ആർ നോട്ട് ആൻ ആക്ട്രസ് എന്ന് പറയും. അപ്പോൾ എന്നെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അത് ഒരിക്കലുമില്ല. വീട്ടിൽ വന്നാൽ എല്ലാ പണിയും എടുക്കണം എന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. പെൺകുട്ടിയായിരുന്നു, ഇതൊക്കെ അറിയണം, ഇതൊക്കെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരിക്കലും സിനിമ ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ടില്ല. വലിയ ഡയറക്ടേഴ്സിനെ കൂടെ, സേതുമാധവൻ സാറ്, ശശികുമാർ സാറ്, ഹരിഹരൻ സാറ്, ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? പലരും വളരെ കമേഴ്ഷ്യലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ചില ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇത് 2 വര, ഇത് ലോങ് ഷോട്ട്, അവസാനത്തെ ലോങ് ഷോട്ട്. അപ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കി വരുന്ന സിനിമ അതല്ല. അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഇത് നമ്മൾ വിചാരിക്കണ പോലത്തെ ഒരു പരിപാടിയല്ല, നമുക്കിത് വേണ്ട, അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് അവസാനം വേണ്ട, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്, മതിയായിട്ട് ബോറടിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. അദ്ദേഹം എന്താ പറയുക, ഒരുപാട് സിനിമയെ സ്നേഹിച്ചു. പിന്നെ വേറൊരു തലത്തിൽ സിനിമയെ കണ്ടിരുന്നൊരു അദ്ദേഹം. കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് പടങ്ങൾ ഓടിയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പടത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ചന്ദ്രോദയം കണ്ടു കൈകൂപ്പി നിൽക്കും സിന്ദൂരമണി പുഷ്പം നീ, പട്ടിക്കുട്ടിയുടെ നായ്ക്കുട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചു ജിമ്മി എന്നുള്ളൊരു പടത്തിൽ. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ മലയാള സിനിമയിലൊരു പട്ടിയുടെ കൂടെ ഡ്യുവറ്റൊക്കെ പാടിയിട്ടുള്ളത്. ചിറ്റൂരാണ് ജനിച്ചെങ്കിലും മദ്രാസിൽ. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഗന്ധം, ഇവിടുത്തെ ഒരു നിറം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഓണം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയങ്ങളിലേ ഞാൻ കേരളത്തിലേക്ക് വന്നിട്ടുള്ളൂ. 4 കെട്ടിൽ 100 പേർക്ക് ഇലയിടാം ഒരുമിച്ച്. അപ്പോൾ കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വളരെ പതുക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ എന്നെ ഒരു മുക്കിൽ ഇലയിട്ട് ഇരുത്തു. എല്ലാ സദ്യയും വട്ടം കഴിയുന്നു. ആദ്യം സ്കൂൾ കുട്ടികൾക്കുള്ള ആഹാരം വിളമ്പും, പിന്നെ അങ്ങനെ അവസാനം വയസ്സായിട്ടുള്ളവരിരുന്ന് അപ്പം ഞാൻ ഈ എല്ലാ പന്തിയിലും ഞാൻ അവിടെ ഉണ്ടാവും. അവസാനം ഈ വയസ്സായിട്ടുള്ളവർ കഴിക്കുന്നവരെ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ അന്നേ ഞാൻ മുറുക്കുമായിരുന്നു. മുത്തശ്ശിമാരുടെ കൂടെ ഇരുന്ന് 4-5 വയസ്സിലൊക്കെ മുറുക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോഴും ഒരുപാട് എന്താ പറയുക, മനസ്സിൽ പച്ച പിടിച്ച് നടക്കുന്ന ഒരു ഓർമ്മകളാണ്. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഓണത്തിന് വരുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു, പക്ഷെ എന്നാൽ ആ പഴയ ഒരു കുളമില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. നീന്തി തുടിക്കാൻ അത് ആ വെള്ളം ആ സമയത്തൊക്കെ നല്ല തണുത്ത വെള്ളത്തിൽ ആ ഓണക്കാലത്ത്. പിന്നെ മരമുണ്ട് ഇപ്പോൾ നമുക്ക് ഊഞ്ഞാൽ കെട്ടാൻ. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ മാജിക് ഷോന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. വായനയോ? അതിപ്പോഴും ഉണ്ട്. വായന എന്ന് പറയുന്നത് അതാണല്ലോ നമുക്ക് ഇൻ്റലിജൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വായന മാത്രമേ ഉള്ളൂ. വിധുബാല ആസ് എ പേഴ്സൺ എത്രത്തോളം സന്തുഷ്ടയാണ്? സന്തുഷ്ട എന്ന് പറഞ്ഞാൽ എനിക്ക്
എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവമാണ്. നല്ല അച്ഛൻ, അമ്മ. സൈലൻ്റ് ആണെങ്കിൽ എൻ്റെ അമ്മ മുമ്പിലോട്ട് വന്നില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും, അച്ഛൻ്റെ, എൻ്റെ, ഏട്ടൻ്റെ, ഞങ്ങളുടെ എല്ലാം പിന്നിലത്തെ ഒരു ശക്തിയാണ് എൻ്റെ അമ്മ. നല്ല ഏട്ടൻ, നല്ല ഭർത്താവ്, നല്ലൊരു കുടുംബം, എല്ലാം നല്ലതേ കിട്ടിയിട്ടുള്ളൂ എനിക്ക്. അപ്പം ഞാൻ സന്തോഷവതിയാണ്. ചേച്ചി ഈ കാലങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും മലയാളികൾ എന്നെ മറന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അവർ പക്ഷെ മറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇന്നാളൊരു കടയിൽ പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ കാണണം, ഇപ്പോൾ മുകളിലുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മുകളിൽ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ കാലത്ത് ആദ്യം കാണാൻ പോയ പടം ഇതുപോലെയായിരുന്നു, നല്ല പടമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മകൾ ചേച്ചി ഇനി ആദ്യം അഭിനയിക്കുന്നു. അപ്പോൾ ആ അമ്മ പറയും വേണ്ട 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 അഭിനയിക്കുന്നു വേണ്ട, നല്ല കുടുംബം ജീവിക്കുന്നുണ്ട്, അത് മതി. എന്ത് സന്തോഷം ചേച്ചി. ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതേപോലെ ചില ആൾക്കാരെ സിനിമാ താരമായിട്ട് ഒരു അകൽച്ചയോടെയല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുന്ന പോലെ നമ്മൾ ചിലരെ ഓർക്കും. അതിലൊരാളാണ് തീർച്ചയായിട്ടും മലയാളിക്ക് വിധുബാല. ഇന്ന് നമുക്കും ചേച്ചിയുടെ സാന്നിധ്യം കൊണ്ട് ഇതൊരു മറക്കാനാവാത്ത ഓണമായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞാനല്ല പറയേണ്ടത്, ഒരുപക്ഷെ നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുഖത്തെ ആ ചിരിയും നിങ്ങളുടെ മനസ്സിലെ സ്നേഹവും ചേച്ചിക്ക് നൽകിക്കൊണ്ട് വിടവാങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ.